അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ പ്രപഞ്ച സത്താവായ അല്ലാഹുവേ, നീ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് നമ്മൾ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ദുഃഖങ്ങളുള്ളവരവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളുള്ളവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നല്ലൊരു ഹൈറായ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ കടക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷമങ്ങളായാലും അതിനൊക്കെ പരിഹാരമുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയങ്ങൾ നാം എപ്പോഴും ശുദ്ധിയാക്കേണ്ടതുണ്ട്. ആരാധനകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ അലങ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്ന് നമ്മൾ എവിടെ നോക്കിയാലും മൊബൈലുകളും തുറന്ന് അതുപോലെ തന്നെ ടിവിയും ടെലിവിഷനും അങ്ങനെ വിനോദങ്ങളുമായി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ ഓരോരോ ഹറാമുകളാണ് നമ്മളെ കണ്ണുകളിൽ കൊണ്ട് കാണുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവർ എത്രയോ പേർ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള ശർറിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഇങ്ങനെ ഓരോ ഫിത്നകൾ നമ്മളെ തേടി വരുന്നതാണ്. ഒന്നിനു പിറകെ ഒന്നായി ഫിത്നകൾ കടന്നു വരുന്നൊരു കാലമാണ്. നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഫിത്നകളിൽ തോന്നിയാൽ അവന്റെ ഹൃദയം പാറ പോലെ കറുത്തു പോകും. പിന്നെ ആര് എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവൻ അത് കേട്ട് നന്നാവുകയില്ല. അതുകൊണ്ടല്ലേ ഒരു വിഭാഗം ജനങ്ങളോട് എന്ത് പറഞ്ഞാലും അവർ നന്നാവാത്തത്. കാരണം ദുനിയാവിന്റെ ഹറാമായ രസങ്ങളിലും സുഖാനുഭൂതികളിലും ഒഴുകി അവരുടെ ഹൃദയം പാറ പോലെ കറുത്തുപോയത് കൊണ്ടാണ്. പിന്നെ അവന് നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവന്റെ ഹൃദയമായി പോയി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രപഞ്ചസത്താവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഹൃദയങ്ങളെ നന്മയിലേക്കും തിന്മയിലേക്കും മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നീ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. പടച്ചവനെ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന സച്ചരിതരായ ആൾക്കാരുടെ ഹൃദയമാക്കി എന്റെ ഹൃദയത്തെ മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് നാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, ദുഃഖങ്ങളുള്ളവരാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നല്ലൊരു ഹൈറായ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ കടക്കാറുണ്ട്. അങ്ങനെ തുടങ്ങിയ നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷമങ്ങളായാലും അതിനൊക്കെ പരിഹാരമുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഓതാൻ നമുക്ക് 1 മിനിറ്റ് മതി. അത്രയ്ക്കും ചെറിയ സൂറത്താണ്. ഇതിന്റെ മഹത്വം വളരെ വലുതാണ്. ഈ സൂറത്ത് പതിവായി ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും അത് മാറ്റിക്കളയും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരുടെ അവർ ഉദ്ദേശിക്കുന്നത് പോലെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കളയുന്ന ഒരു മഹത്തായ സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ നമ്മൾ 5 വക്ത് നമസ്കാരമുള്ളവരായിരിക്കണം. അതുപോലെ അല്ലാഹു എന്നെ സഹായിക്കും എന്നുള്ള രീതിയോട് നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, സിഹർ, കണ്ണീർ, പൈശാചിക ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അങ്ങനെ എല്ലാ ഉപദ്രവങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഓതുന്ന വ്യക്തിയിൽ നിന്ന് അല്ലാഹു തട്ടിക്കളയുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഒരു തവണ നിത്യമായി പാരായണം ചെയ്താൽ ചെയ്യുന്നവൻ
ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യമാകട്ടെ അതിലെല്ലാം അല്ലാഹു വൻ വിജയം നൽകുന്നതാണ് എന്ന് മഹാന്മാര് പറയുകയാണ്. അപ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോയാൽ അതിൽ വലിയ വിജയം നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സൂറത്ത് ഓതുന്നവന് അല്ലാഹു നൽകുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലുള്ള ഹലാലായ മുറാദുകൾ നിറവേറി കിട്ടാൻ ഈ സൂറത്ത് 103 പ്രാവശ്യം നമ്മൾ ഓതണം. അപ്പൊ എത്ര പ്രാവശ്യം നമ്മൾ ഓതണം? ജീവിതത്തിലെ ഹലാലായ മുറാദുകൾ നിറവേറി കിട്ടാൻ ഈ സൂറത്ത് 103 പ്രാവശ്യം നിങ്ങൾ ഓതണം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, എന്റെ ഇന്ന ആവശ്യം പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. എന്നാൽ അല്ലാഹു അവന്റെ ഹലാലായ ഏത് ആവശ്യവും പൂർത്തിയാക്കി കൊടുക്കുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. മറ്റൊരു കണക്ക് കൂടി പറയുന്നുണ്ട്. 160 പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്, 160 വട്ടം എന്ന് പറയുന്നുണ്ട്. 160 പ്രാവശ്യം ഓതി അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞാലും അത് അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. രണ്ടാമതായി മഹാന്മാര് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ ഖൈറായ ഒരു വരുമാന മാർഗം അല്ലാഹു നൽകുന്നതാണ്. ഒരു ഖൈറായ വരുമാന മാർഗം നമുക്ക് വേണം. അതിന് നമുക്ക് നല്ലൊരു ജോലിയോ ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലും ആവശ്യമാണ്. അത് നമുക്ക് കിട്ടാനും അതിൽ ബർക്കത്തുണ്ടാകാനും അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഈ സൂറത്ത് ദിവസവും ഒരു തവണ നിങ്ങൾ ഓതുക. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്തുണ്ടാകുന്നതാണ്. നമ്മുടെ വരുമാന മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വരുമാന മാർഗങ്ങൾ അധികരിപ്പിച്ചു തരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഗുണങ്ങളാണ്. ഇനി മൂന്നാമതായി നമുക്ക് കിട്ടുന്ന നേട്ടം സാമ്പത്തിക നേട്ടമുണ്ടാകാൻ ഖൈറായ തീരുമാനം വെച്ച് ഓതുക. അതായത് എനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായാൽ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ വിനിയോഗിക്കാൻ പഠിച്ചവനെ, എനിക്ക് നീ സമ്പത്ത് നൽകാൽ മതസ്ഥാപനങ്ങൾക്ക് കൊടുക്കാമല്ല. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കൊടുക്കാൻ പഠിച്ചവനെ, നല്ല ഉദ്ദേശം വെച്ച് സാധുക്കളെയും അനാഥകളെയും പാവപ്പെട്ടവരെയും എല്ലാം സഹായിക്കാമല്ല എന്ന് നല്ല ഉദ്ദേശം വെച്ച് രാവിലെയും രാത്രിയും ഒരു വട്ടം വെച്ച് നിത്യമായി ഓതി വന്നാൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ നാലാമതായി കിട്ടുന്ന നേട്ടം മഹാന്മാര് പറയുന്നു, നമ്മുടെ ദുശീലങ്ങൾ മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ ദുശീലങ്ങൾ മാറിക്കിട്ടുകയും ഹൃദയം ശുദ്ധിയാവുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്ക് 4 നേട്ടം കിട്ടിയാൽ, അപ്പോൾ ഒരാൾക്ക് ഈ 4 നേട്ടം കിട്ടിയാൽ, അതായത് ബർക്കത്തുള്ള സമ്പത്ത്, നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ പൂവണിയുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു ദുശീലങ്ങൾ മാറ്റിത്തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമ്പത്ത് വെച്ച് പാവങ്ങളെയും അനാഥകളെയും സംരക്ഷിക്കുന്നവനാകുന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യനായാൽ അദ്ദേഹം എത്രയോ ഭാഗ്യവാനായിരിക്കും. അദ്ദേഹം എത്രയോ ഭാഗ്യവാനാണ്, മുത്തഖിയായിരിക്കുന്നതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ തൃപ്തിയുള്ള മനുഷ്യനായി മാറുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് നിത്യമായി ഓതി വരുന്നവർക്ക് കിട്ടുന്ന 10 നേട്ടങ്ങൾ കൂടി പറയാം. നമുക്കുള്ള കടബാധ്യതകൾ മാറിക്കിട്ടാൻ ഈ സൂറത്ത് അല്ലാഹുവിന്റെ വലിയ സഹായം പതിവായി ഒരു വട്ടം ഓതിയാൽ മതി. അപ്പൊ അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നതാണ്. കടങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെയാണല്ലോ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയൊരു കാര്യം കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ, പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ഈ സൂറത്ത് ഒരു തവണ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വലിയൊരു സഹായം ഈ മനുഷ്യനുണ്ടാകും. അല്ലാഹുവിന്റെ സഹായം കിട്ടിയാൽ പിന്നെ ആ മനുഷ്യന് വേറൊരാളുടെയും സഹായം വേണ്ടി വരില്ലല്ലോ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകും. മഹ്ശറയിൽ പല രീതിയിലുള്ള അദാബുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും
ദുനിയാവിലും ആഖിറത്തിലും ഈ ഓതുന്ന വ്യക്തിക്ക് അല്ലാഹു ഭവനം നൽകുന്നതാണ്. ആഖിറത്തിലെ ഭവനം ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആഖിറത്തിലെ ഭവനം ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അത് സ്വർഗ്ഗമാണ്. അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ കിട്ടുന്നതാണ്. നമ്മൾ 5 നേരത്തെ നമസ്കാരങ്ങൾ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. മസീഹ് ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആൾക്ക് മീസാൻ എന്ന ത്രാസിൽ നന്മ-തിന്മകൾ തൂക്കപ്പെടുമ്പോൾ ഈ സൂറത്ത് നന്മയുടെ തട്ടിൽ എടുത്തു വെക്കുമ്പോൾ ആ തട്ട് ഭാരമുള്ളതാവുകയും ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുമെന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇത്രയും മഹത്വമുള്ള ഈ മഹത്തായ സൂറത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു ദുനിയാവും ആഖിറവും അല്ലാഹു നമുക്ക് നൽകുന്ന ഈ മഹത്തായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖാരിഅയാണ്. മഹത്തായ സൂറത്ത് ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? സൂറത്തുൽ ഖാരിഅയാണ്. ഒരൽപ്പം ഞാൻ ഓതി തരാം. ഏതാണ് സൂറത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്ഥൂസ് وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഈ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളാണ് റബ്ബേ നിങ്ങൾ പറഞ്ഞത്. അതെല്ലാം നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം അനുസരിച്ച് അതറിഞ്ഞു ഓതാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതറിഞ്ഞു ഓതാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ വിസില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിച്ച് അവിടെ ഖബറടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകടമരണങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് റബ്ബേ. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ പടച്ചവരെ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് പടച്ചവനെ. നീ ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ പലരുടെയും ഭവനങ്ങളിൽ ഞങ്ങളുടെ മക്കൾ വിവാഹപ്രായമായി നിൽക്കുന്ന അല്ലാഹ്, അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരെ പടച്ചവരെ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ ഖാലിഖായ റബ്ബേ. അവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹ്. നീ സർവ്വ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവർ പല രോഗികളാണ് റബ്ബിയുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകടമരണങ്ങളെ തൊട്ടും അല്ലാഹു ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ എല്ലാം നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആകാശത്ത് നിറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ
കാക്കണേ പടച്ചവനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കാക്കണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് പുണ്യ കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. സകല അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.